നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ സ്നേഹിക്കുന്ന ആള് അയാൾ ഇവിടെ തന്നെയുണ്ട് സത്യമേ. ഞാൻ സ്നേഹിച്ചതും എന്നെ സ്നേഹിച്ചതും സത്യമേ എന്നോട് ക്ഷമിക്കണം. പല പ്രാവശ്യം ഞാൻ ഈ സത്യമൊക്കെ പറയാൻ സത്യമയുടെ അടുത്ത് വന്നതാ, പക്ഷെ കഴിഞ്ഞില്ല. അബദ്ധത്തിൽ പറഞ്ഞൊരു കള്ളത്തിന്റെ പേരില് സത്യം എന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നുള്ള പേടിയുണ്ട്. സത്യം എന്നോട് ക്ഷമിക്കണം, എന്നെ ഇവിടുന്ന് ഇറക്കി വിടരുത്. സ്വന്തം അച്ഛനമ്മ തള്ളി പറഞ്ഞാണോ അബദ്ധത്തിൽ പറഞ്ഞ കള്ളം? ഭാമേ, ഇവള് പഠിച്ച കള്ളിയാ. ഇനി ഇവളെ ഒരു നിമിഷം ഇവിടെ നിർത്തരുത്. ഇപ്പൊ ഇറക്കി വിടണം. അതെ ഭാമേ, ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് ഇതുവരെ നമ്മളെ കബളിപ്പിച്ച ഇവളെ ജയിലിലടയ്ക്കാ വേണ്ടേ? അതെ സത്യമ്മേ, വിളിക്ക് പോലീസിനെ. വിഷ്ണു, നീ എന്താ പറയുന്നേ? പറയടാ, ഇനി എന്താ വേണ്ടെന്ന്. കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അമ്മയ്ക്ക് ഇനി ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാം. പിന്നെ ഇപ്പൊ ഈ കണ്ടോന്ന് എനിക്കറിയില്ല. കാർത്തികേ, ഇത്രയും നാളും ഞങ്ങളെ കബളിപ്പിച്ച് നിനക്ക് മാപ്പില്ല. ഇറങ്ങണം ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന്. അയ്യോ ദേവി, എന്നെ പറഞ്ഞു വിടരുത് സത്യമേ. ഒരാളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു പോയെന്നൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എന്റെ ഇഷ്ടം നോക്കാതെ ഇവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ നോക്കി. എനിക്കിഷ്ടമുള്ള ആളിന്റെ കൂടെയല്ലേ ഞാൻ ജീവിക്കേണ്ടത്, അല്ലാതെ അവർക്കിഷ്ടമുള്ള ആളിന്റെ കൂടെ അല്ലല്ലോ. അച്ഛന്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ ഞാൻ ഇറങ്ങിപ്പോയതിന് ഇവര് പിന്നാലെ വന്ന് അപായപ്പെടുത്തുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ടാ സത്യമ്മയുടെ മുന്നില് ഞാനൊരു അനാഥയാണെന്ന് കള്ളം പറയേണ്ടി വന്നത്. വന്നപ്പോ കണ്ടപ്പോ ഈ പ്രൗഢിയും സ്നേഹവും എല്ലാരെയും വരച്ചു വരെ നിർത്തുന്ന സത്യമ്മയുടെ കഴിവും തന്റെ ഇടവും എന്റെ മനസ്സിൽ ഒരു ആരാധന ഉണ്ടാക്കി എന്നുള്ളത് സത്യമാ. ആ ആരാധന പിന്നീട് ബഹുമാനമായി മാറി. എന്നെ സത്യമ്മ കലർപ്പില്ലാതെ സ്നേഹിക്കുക കൂടി ചെയ്തപ്പോ ഈ സ്നേഹം നഷ്ടപ്പെടുമെന്ന് ഞാനും പേടിച്ചു. സ്നേഹിക്കുന്ന പുരുഷന് വേണ്ടി, അവനൊപ്പം ജീവിക്കാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞു. ആ എന്റെ പൊട്ട ബുദ്ധിക്ക് സത്യമ്മ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. ഞാൻ എത്രത്തോളം സത്യമ്മയെ സ്നേഹിച്ചു പോയി. അഭയം ചോദിക്കുന്നവർക്ക് എപ്പോഴും ആശ്രയമല്ലേ സത്യമ്മ. ദേവീത് സത്യമ്മ എന്നെ ഇറക്കി വിടരുത്, എന്നെ ഉപേക്ഷിക്കരുത്, ഇറക്കി വിടരുത്. കൃഷ്ണ, പരീക്ഷിക്കരുത്. ഇവളുടെ പൂങ്കണ്ണീരിന് മുന്നിൽ സത്യമ്മ മനസ്സ് പതറി നിൽക്കുകയാണെന്നാ തോന്നുന്നത്. ആളെ പാട്ടിലാക്കാൻ അല്ലെങ്കിൽ തന്നെ ഇവൾക്ക് നല്ല കഴിവാണല്ലോ. സത്യമേ, എന്നെ ഇറക്കി വിടല്ലേ പ്ലീസ്. എണീക്കാൻ. സ്നേഹിച്ച പുരുഷനൊപ്പം താമസിക്കാൻ വേണ്ടിയാ അവൾ ഈ കള്ളം പറഞ്ഞിരിക്കുന്നത്. അതവളുടെ സ്നേഹത്തിന്റെ സത്യസന്ധത. ആ സത്യസന്ധതയ്ക്ക് മുന്നിൽ ഈ ഒരു കള്ളം കള്ളമേ അല്ല. അതേ സത്യമേ, ഞാൻ സ്നേഹിച്ചിരുന്ന ആള് അദ്ദേഹം ഇല്ലാതെ എനിക്കിനി ജീവിക്കാനാവില്ല. അദ്ദേഹത്തിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ പേടാപ്പാടെല്ലാം അനുഭവിച്ചത്. രക്ഷപ്പെട്ടു. ഈ മാരണ ഇന്നത്തോട് ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഇനി വിഷ്ണുവേട്ടൻ എന്റേത് മാത്രമാ. ഇനി ഞങ്ങൾക്കിടയിൽ ആരുമില്ല. അതെ, എവിടെയാവാ ഉള്ളത്?
എന്താ അവന്റെ പേര്? ചോദിക്ക് ഭാമേ, ബാക്കിയുള്ള കാര്യങ്ങളൂടെ. ഹർഷൻ എന്നാണെന്ന് പറയടി. പറഞ്ഞു കൊടുക്കടി ആരാണെന്ന്. ആരായാലും നിങ്ങളുടെ വിവാഹം സത്യാമ്മ നടത്തി തരും. സത്യമേ, ഞാൻ സ്നേഹിക്കുന്ന ആള് അയാൾ ഇവിടെ തന്നെയുണ്ട്. സത്യമേ, ഞാൻ സ്നേഹിച്ചതും എന്നെ സ്നേഹിച്ചതും ഈ വിഷ്ണുവേട്ടൻ തന്നെയാ. സത്യമേ, ഞാനോ? കൊള്ളം പറയുന്നോടി പൊന്നം. വിഷ്ണുട്ടാ, കണ്ണ, നീ എന്നെ ചതിച്ചല്ലേ? നീ എന്റെ അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ എന്നെ മധുശ്രീയെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ പിടിച്ചു നിൽക്കാൻ മറ്റൊരു നിവർത്തിയില്ലാതെ വന്നപ്പോ ഇവിടെ സ്നേഹിക്കുന്ന ഹർഷൻ എന്ന് പറയുന്ന ആള് അവൻ തിരിച്ചെത്തുന്നവരെ ഇവിടെ എന്റെ ഭാര്യയായിട്ട് നിങ്ങളുടെ കൂമ്പിൽ കഴിയാന്നുള്ള കരാറില് ഞാൻ വിളിച്ചോണ്ട് വന്ന ഇവളെ. ഈ താലി ഞാൻ കിട്ടിയൊന്നുമല്ല, മറ്റൊരു നിവർത്തിയില്ലാതെ അഴിച്ചു കളടി. എന്നോട് ഊരാൻ പറഞ്ഞു. അതൊരു വിശ്വാസത്തില്ല ഞാൻ എന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. അമ്മേ, ഇവളെ വിശ്വസിക്കരുത്. ഇവള് കള്ളിയാ, പേരും കള്ളി. വിഷ്ണുട്ടാ, എന്തൊക്കെയായി പറയുന്നേ? പറഞ്ഞു വിശ്വസിപ്പിച്ചതല്ലേ എന്നെ. എന്നിട്ട് ഇവളെ കണ്ടപ്പോ എന്നെ ഒഴിവാക്കല്ലേ? എന്നെ ഒഴിവാക്കല്ലേ വിഷ്ണുട്ടാ? വിഷ്ണുട്ടനെ മാത്രം കണ്ടോണ്ട് അച്ഛനെ അമ്മയും വരെ ഒഴിവാക്കി വന്നതാ ഞാൻ. വിഷ്ണുട്ടൻ കൂടി കൈയൊഴിഞ്ഞ പിന്നെ എനിക്ക് മരണമല്ലാതെ മറ്റൊരു മാർഗമില്ല. ശാലിനി പറയുന്നത് കേട്ട് എന്നെ കൈയൊഴിയല്ലേ വിഷ്ണുട്ടാ? സത്യമേ, ശാലിനി ഇനി ഒരിക്കലും വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ടാ ഞാൻ വിഷ്ണുവേട്ടൻ്റെ ഒപ്പം ഇറങ്ങി വന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ. കാർത്തികേ, സത്യങ്ങളൊക്കെ എനിക്കറിയാം. ദാ നിന്റെ അമ്മയ്ക്കും അറിയാം. ഇപ്പൊ നീ കാരണം തകരുന്നത് ഈ മാഡത്തിന്റെ ജീവിതം. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.